നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ്. യുവ നേതാവിൽ നിന്ന് ദുരനുഭവമുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. സമൂഹ മാധ്യമം വഴിയാണ് യുവനേതാവുമായി പരിചയം. ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിൽ സന്ദേശം അയച്ചത്. തനിക്ക് പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവിനോടുൾപ്പെടെ പരാതി പറഞ്ഞു. പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്ക് എന്നായിരുന്നു മറുപടി. ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിനിയിപ്പോൾ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നും. ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവൻ്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂവെന്ന്. നേതാവിൽ നിന്നും നിരവധി സ്ത്രീകൾക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറാകണം. സമൂഹമാധ്യമങ്ങളിൽ യുവനേതാവിനെക്കുറിച്ച് പല ആരോപണങ്ങളും വരുന്നു. ഈ സാഹചര്യത്തിലാണ് തുറന്നു പറയാമെന്ന് തീരുമാനിച്ചത്. മോശമായി പെരുമാറിയ യുവനേതാവിന്റെ പേര് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം ഇടപെടണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. 24 കൊച്ചി. ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഇടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത്. കയ്യേറ്റം ആരോപിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തി. ഭാരത് കെ സംവിധാൻ കാ സംശോധൻ करने वाले विधेयक को 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് 30 ദിവസം ജയിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ബില്ലിന്റെ പരിധിയിൽ വരും. അവതരണത്തിനിടെ ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷം കീറിയെറിഞ്ഞു. ബിൽ ജനാധിപത്യ വിരുദ്ധവും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. ആരോപണമുയർന്ന സമയത്ത് താൻ രാജിവെച്ചെന്ന് കെ.സി. വേണുഗോപാലിന് അമിത്ഷായുടെ മറുപടി. मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान को मैंने स्वीकार नहीं किया. സഭയുടെ നടുത്തരത്തിലിറങ്ങിയ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ വക്കോളമെത്തി. 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതി ബിൽ പരിഗണിക്കും. 24 ഡൽഹി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ KSU യൂത്ത് കോൺഗ്രസ് സംഘർഷം. ചങ്ങനാശ്ശേരി SP കോളേജിലെ KSUവിന്റെ തോൽവിക്ക് പിന്നാലെയാണ് സംഘർഷം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തമ്മിൽ തല്ലി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ടോബി, ഇതെന്തിന്റെ പേരിലായിരുന്നു ഈ തമ്മിൽ തല്ല്? ഉന്മേഷ്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു SP കോളേജിൽ നടന്നിരുന്നത്. അതിൽ KSUവിന് പരാജയമുണ്ടായി. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോളേജിലെ KSU പ്രവർത്തകരും പുറത്തുനിന്ന് വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡെന്നിസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും അതുപോലെ തന്നെ KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും തമ്മിലാണ് ഏറ്റുമുട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ചില വിദ്യാർത്ഥികൾ കൗൺസിലർമാരായി ജയിച്ചിരുന്നു. അവർ ചെയർമാനെ വോട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുണ്ടായ ചില തർക്കങ്ങളാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നാണ് ഈ തർക്കം നടന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ശക്തമായ നടപടി ഈ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകുമെന്നാണ് KSUവിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഉന്മേഷ്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നതിൽ വിവാദം. വിട്ടുനിന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറും പരിപാടിക്ക് മണ്ഡലം പ്രസിഡന്റ് തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമാണ് പിന്നിലെന്ന പ്രചാരണം ശക്തമായതോടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്ന വിശദീകരണവുമായി ഇരുവരും രംഗത്തെത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത്.
കോഴിക്കോട് ഉണ്ടായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ DCC നേതൃത്വം അതൃപ്തി തുറന്നു പറഞ്ഞു. താൻ പരിപാടി ഏറ്റിരുന്നില്ലെന്ന മറുപടിയുമായി ചാണ്ടി ഉമ്മനും. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. മുൻകൂട്ടി ക്ഷണിച്ചിരുന്നില്ലെന്ന ചാണ്ടി ഉമ്മന്റെ വാദം സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് തള്ളി. വിവാദം കനത്തതോടെ ചാണ്ടി ഉമ്മൻ DCC ഓഫീസിൽ നേരിട്ടെത്തി. എല്ലാത്തിനും കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് ചാണ്ടി ഉമ്മനും പ്രവീൺ കുമാറും. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. എൻ്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ. T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മന്റെ വിട്ടുനിൽക്കലെന്നാണ് സൂചന. 24 കോഴിക്കോട്. എറണാകുളം പറവൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റാഫി കരീം വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ ചേരുന്നു. റാഫിയും മകളെയും മജിസ്ട്രേറ്റിന് മുന്നിലേക്കാണോ കൊണ്ടുപോയത്, അതോ പോലീസ് സ്റ്റേഷനിലേക്കാണോ? ഈ അഭിഭാഷക ഇക്കാര്യങ്ങളൊക്കെ എതിർപ്പറിയിക്കുന്നുണ്ടായിരുന്നല്ലോ. നിലവിലെ സ്ഥിതി എന്താണ് റാഫി? ഉന്മേഷ്, ഈ മകളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ മകളുടെ അഭിഭാഷക അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാടകീയ രംഗങ്ങളായിരുന്നു ഈ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയപ്പോൾ കലൂരിലെ ഈ മകളുടെ ഭർത്താവിന്റെ ഓഫീസിൽ അരങ്ങേറിയത്. 7 മണിയോടുകൂടി ഒരു പോലീസ് സംഘം അവിടേക്ക് എത്തുകയായിരുന്നു. ഇവർ മഫ്തിയിലാണ് എത്തിയതെന്നുള്ളതാണ് ഈ അഭിഭാഷക ആരോപിക്കുന്നത്. തുടർന്ന് ഈ മകളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വനിതാ പോലീസ് ഇല്ലാത്തത് കൊണ്ടും ഉത്തരവിന്റെ പകർപ്പില്ലാത്തത് കൊണ്ടും ഈ കസ്റ്റഡിയിലെടുക്കാൻ വന്ന പോലീസുകാരെ ഇതിനെ അനുവദിച്ചില്ല. അഭിഭാഷക അടക്കമുള്ള ആളുകൾ ചേർന്ന് ഈ പോലീസുകാരെ ചോദ്യം ചെയ്യുകയും പിന്നീട് ഇവരോട് ഇത് അനുവദിക്കില്ല എന്ന് അറിയിക്കുകയുമായിരുന്നു. തൊട്ടു പിന്നാലെ കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ഈ 3 മണിക്കൂറോളം സമയം ഇവിടെ അഭിഭാഷകയും ഒപ്പം തന്നെ ഈ ബന്ധുക്കളുമായും ചർച്ച നടത്തുകയും ഒരു ബഹളം വരെയും അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പറവൂർ പോലീസ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്നുള്ള പ്രത്യേക ഉത്തരവുമായി എത്തിയതിനു ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഈ ഉത്തരവുമായി എത്തിയതിനു ശേഷവും ഈ മകളെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു ചെറിയ വാക്ക് തർക്കങ്ങളും ബഹളവും ഉണ്ടായി. ഇതിൽ പ്രധാനമായും ഈ അഭിഭാഷക ആരോപിക്കുന്നത് തെറ്റായ ഉത്തരവുമായാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കസ്റ്റഡി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വാങ്ങിയതെന്നാണ് അഭിഭാഷക ആരോപിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് മകളുടെ അഭിഭാഷകയുടെ തീരുമാനം. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. അഭിഭാഷകയുടെ പ്രതികരണത്തിലേക്ക് കൂടി. മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഇവർ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ പ്രഷർ ചെയ്യും. ആ ഓർഡറിൽ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ ഓർഡർ എടുത്തിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എടുത്തു കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് ഞങ്ങളെ തള്ളി മാറ്റിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആ ഓർഡർ ഏതൊരു ജഡ്ജിനും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആ മജിസ്ട്രേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചെടുത്തിരിക്കുന്ന ഓർഡർ അത്. അതായത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസാണ് കസ്റ്റോഡിയൻ. അപ്പോൾ പോലീസിന് കൊണ്ടുപോകണം. ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജേന എത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമിച്ചത്. അക്രമിയെ പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. വീടിനുള്ളിൽ കയറി ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതും കൈകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. പിടിവലിക്കിടയിൽ രേഖാ ഗുപ്ത നിലത്ത് വീണു. देखा हमने कि चिल्लाने की आवाज़ आई तो देखा तो वो अटैक करने वाला था. उन पे अटैक कर दिया उसने. और मतलब जब वो हाथापाई उसने करी, बाल वाल खींचे उनके साथ, तब तक उनकी सिक्योरिटी भी वहीं थी. उन्होंने पकड़ लिया उसको. नहीं, कुछ वेपन कुछ नहीं था. हाँ, हाथ से ही उसने मारा उनको. 41-കാരനായ രാജേഷ് കിംജി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. ആക്രമണത്തിന് മുമ്പ് പ്രതി മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം കറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത മറ്റൊരു പരിപാടിയിലും ഇയാൾ എത്തിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. രേഖാ ഗുപ്തയ്ക്ക് സാരമായ പരിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 24 ഡൽഹി.
രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേന്ദ്രത്തോട് നിർണായക ചോദ്യങ്ങളുമായി സുപ്രീംകോടതി. എന്തുകൊണ്ട് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നുവെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. ഭരണഘടനാ കടമ നിറവേറ്റുന്നതിനാണ് ബില്ലുകൾ തടഞ്ഞുവെക്കാൻ ഗവർണർമാർ നിർബന്ധിതരാകുന്നത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. നാളെയും വാദം തുടരും. രാഷ്ട്രപതി റഫറൻസിൽ ഗവർണറുടെ വിവേചനാധികാരത്തെപ്പറ്റി കേന്ദ്രം വാദമുന്നയിച്ചപ്പോഴാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ബില്ലുകൾ ഗവർണർമാർ തടഞ്ഞുവെക്കുന്നത് എന്തുകൊണ്ടെന്ന് ഭരണഘടനാ ബെഞ്ച്. ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി നിയമസഭയ്ക്ക് അയക്കാതെ അനന്തകാലം തടഞ്ഞുവെക്കാനാകുമോ? തടഞ്ഞുവെക്കൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ അതിന് പിന്നീട് എന്താണ് സംഭവിക്കുക? തടഞ്ഞുവെച്ചാൽ അതിന്റെ കാരണം ഗവർണർ വ്യക്തമാക്കാറുണ്ടോ? ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ഭരണഘടനയിൽ അർത്ഥമാക്കുന്നത് എന്തെന്നും ഭരണഘടനാ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. തടഞ്ഞുവെച്ചാൽ അതിനർത്ഥം ആ ബിൽ ചരമമടഞ്ഞുവെന്നായിരുന്നു കേന്ദ്രത്തിനു വേണ്ടി വാദിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ മറുപടി. അപൂർവങ്ങളിൽ അപൂർവമായാണ് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത്. ഭരണഘടനാ കടമ നിറവേറ്റാനായി ഗവർണർമാർ ബില്ല് തടഞ്ഞുവെക്കുന്നതിന് നിർബന്ധിതരാകുന്നുവെന്നും കേന്ദ്രം വാദിച്ചു. ആദ്യമായി അനുമതിക്ക് വരുന്ന ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വിപരീത ഫലം നൽകുമെന്നായിരുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണം. ഭരണഘടന അനുസരിച്ച് മാത്രമേ വിവേചനാധികാരം പ്രയോഗിക്കാൻ ഗവർണർക്ക് കഴിയുകയുള്ളൂ എന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി BR അംബേദ്കറെ ഉദ്ധരിച്ചു പറഞ്ഞു. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം നാളെയും തുടരും. 24 ഡൽഹി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി 50 വീടുകൾ നിർമ്മിക്കാൻ 10 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി വ്യവസായി MA യൂസഫ് അലി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 10 കോടി രൂപ കൈമാറിയത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയാണ് ചെക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ കഴിഞ്ഞ ഓഗസ്റ്റിൽ MA യൂസഫ് അലി നൽകിയിരുന്നു. രണ്ടാംഘട്ട സഹായമായാണ് 10 കോടി രൂപ കൂടി ഇന്ന് കൈമാറിയത്. പുനരധിവാസ പ്രവർത്തനത്തിനുള്ള പൂർണ്ണ പിന്തുണയും മുഖ്യമന്ത്രിയെ MA യൂസഫ് അലി അറിയിച്ചു. കോഴിക്കോട് കളക്ട്രേറ്റിലെ വാട്ടർ ടാങ്കിൽ മരപ്പട്ടി ചത്ത നിലയിൽ. വെള്ളത്തിൽ ദുർഗന്ധം വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ടാങ്കിൽ ചത്ത മരപ്പട്ടിയെ കണ്ടെത്തിയത്. മരപ്പട്ടിയുടെ ജഡം അഴുകിയ നിലയിലായിരുന്നു. രാവിലെ 11 മണിയോടെയാണ് സംഭവം. വെള്ളത്തിൽ ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ടാങ്കിൽ മരപ്പട്ടി ചത്തുകിടക്കുന്നത് കണ്ടത്. കളക്ട്രേറ്റിലെ മുകളിലത്തെ നിലയിലാണ് ടാങ്ക്. D ബ്ലോക്കിൽ വെള്ളം വിതരണം ചെയ്യുന്ന ടാങ്കിന് 30,000 ലിറ്റർ സംഭരണ ശേഷിയുണ്ട്. കുടിവെള്ളമായിരുന്നില്ലെന്നും വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ശുചീകരണം നടത്തിയെന്നും ADM. D ബ്ലോക്കിലെ ജീവനക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ കുടിവെള്ളമല്ല, നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ്. മറ്റു വിഷയങ്ങളൊന്നും അതിനകത്ത് ഇല്ല. നമ്മൾ ശ്രദ്ധയപ്പെട്ട തന്നെ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ടാങ്ക് വറ്റിച്ച് ക്ലോറിനേഷൻ നടത്തി. ശുചീകരണം വൈകിട്ട് 7 മണിയോടെ പൂർത്തിയായി. സംഭവത്തെ തുടർന്ന് ഇന്ന് കളക്ട്രേറ്റിൽ വെള്ളം മുടങ്ങിയിരുന്നു. 24 കോഴിക്കോട്. 24 സ്റ്റഡി അബ്രോഡിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24-ന് കട്ടപ്പന KG's ഹിൽ ടൗൺ ഹോട്ടലിൽ വെച്ച് വിദേശ വിദ്യാഭ്യാസ പ്രദർശനവും സ്പോട്ട് അഡ്മിഷനും. 2026 ജനുവരി ഇൻടേക്കിൽ വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി, PG, മാസ്റ്റർ ഓഫ് റിസർച്ച്, ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നതിനുള്ള സുവർണാവസരമാണ് 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്നത്. UK, കാനഡ, അയർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, USA, ജർമ്മനി, ഫ്രാൻസ്, ഫിൻലൻഡ്, സ്വീഡൻ, നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, UAE, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ മികച്ച സർവകലാശാലകളിലേക്കാണ് പ്രവേശനത്തിന് അവസരമൊരുക്കുന്നത്. നഴ്സിംഗ്, മെഡിക്കൽ, ഹോസ്പിറ്റാലിറ്റി, ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ, മാനേജ്മെന്റ്, അക്കൌണ്ടിംഗ്, സൈക്കോളജി, IT, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ്, റോബോട്ടിക്സ്, ലക്ഷറി മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി എന്നിങ്ങനെ 1000-ലധികം കോഴ്സുകളിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നു. അഡ്മിഷൻ, വിസ, സ്കോളർഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്, വിദ്യാഭ്യാസ വായ്പ, പ്രീ ഡിപ്പാർച്ചർ, ട്രാവൽ സപ്പോർട്ട്, അക്കോമഡേഷൻ, ഫോറക്സ് എന്നീ സേവനങ്ങളും 24 സ്റ്റഡി അബ്രോഡ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നു. ഈ മാസം 24-ന് കട്ടപ്പന KG's ഹിൽ ടൗൺ ഹോട്ടലിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലാ പ്രതിനിധികളെ നേരിട്ട് കണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. വിശദ വിവരങ്ങൾക്ക് 9001 9001 56, 8001 8001 20 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. www.24studyabroad.com-ലും വിവരങ്ങൾ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് 24. തുടർച്ചയായ 5-ാം വർഷവും ക്രിസിൽ DA2+ റേറ്റിംഗ് നിലനിർത്തിയ അസറ്റ് ഹോംസ് കേരളത്തിലെ ഒരു ബിൽഡറിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ക്രിസിൽ റേറ്റിംഗാണിത്. തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്രിസിൽ ബിസിനസ് ഹെഡ് ബിനൈഫർ ജഹാനിയും ക്രിസിൽ അസോസിയേറ്റ് ഡയറക്ടർ അബ്ബാസും ചേർന്ന് അസറ്റ് ഹോംസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ സുനിൽകുമാറിന് ക്രിസിൽ DA2+ സർട്ടിഫിക്കറ്റ് കൈമാറി. തൃശൂരിൽ അസറ്റ് ഹോംസ് ആരംഭിച്ച സിവിൽ എഞ്ചിനീയറിംഗിന്
സിവിൽ എഞ്ചിനീയറിംഗ് ലാബിന് NABL സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി സുനിൽകുമാർ പറഞ്ഞു. LABL അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും ലാബാണിത്. ക്രഡായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും കേരള സെക്രട്ടറി ജനറലുമായ രഘുചന്ദ്രൻ നായർ ലാബ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ വേൾഡ് സേഫ്റ്റി കൌൺസിൽ അവാർഡും അസറ്റ് ഹോംസിനാണ്. കണ്ണൂരിലെ അസറ്റ് മാഗ്നം പദ്ധതിക്കാണ് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനുള്ള പ്ലാറ്റിനം 5 സ്റ്റാർ അവാർഡ്. കേരളത്തിൽ ഈ അവാർഡ് ലഭിച്ച ഏക സ്ഥാപനവും അസറ്റ് ഹോംസ് ആണ്. യുവനേതാവിനെതിരായ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിലവിൽ ഒരു ആരോപണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു കോൺഗ്രസ് യുവ നേതാവിനെതിരെയാണത്. എന്താണ് അതിലുള്ള ഒരു പ്രതികരണം? ഞാൻ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് പറയാതെ പറയുന്നത്. ഹൂ കേസ് എന്ന് മുൻപ് ആരോപണത്തിൽ പറഞ്ഞ ഒരു പേര് കൂടി എടുത്ത് പറയുന്നുണ്ട്. 24 പൂർത്തിയാകുന്നു. നമസ്കാരം.